34 വർഷം മുമ്പ് ദൈവം അവതരിച്ചു. അന്ന് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ സാക്ഷാൽ സച്ചിൻ രമേശ് തെണ്ടുൽക്കർ അരങ്ങേറിയത് ഒരു സെഞ്ചുറിയോടുകൂടിയാണ്. അദ്ദേഹം വിരമിച്ചു. ക്രിക്കറ്റ് ആരാധകർ നെഞ്ചിൽ കൈവച്ച് കരഞ്ഞു. അതിനുശേഷം പിന്നെ നമ്മൾ പുത്രന്റെ ചില വിശേഷങ്ങൾ അവിടെയും ഇവിടെയുമായിട്ട് കേട്ടു. അർജുൻ ടെണ്ടുൽക്കറുടെ അച്ഛൻ മഹാനായ ബാറ്റ്സ്മാൻ ആയിരുന്നെങ്കിൽ വെറും ബാറ്റ്സ്മാൻ ആയിരുന്നില്ല, ഈ ബാറ്റിംഗ് പ്രതിഭയുടെ മുന്നിൽ ബോൾ കൊണ്ട് അല്ലെങ്കിൽ ബോളിംഗിൽ അദ്ദേഹം കാട്ടിയ മികവ് പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോവുകയുമായിരുന്നു. അർജുൻ ടെണ്ടുൽക്കർ ആദ്യം അറിയപ്പെട്ടിരുന്നത് ഒരു ഇടം കയ്യൻ പേസ് ബോളർ ആയിട്ടായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം അരങ്ങേറ്റം കുറിച്ചതും ജൂനിയർ ലെവലിൽ. കഴിഞ്ഞ സീസണിലൊക്കെ മുംബൈ ഇന്ത്യൻസ് ടീമിൽ ഉണ്ടായിരുന്നുവെങ്കിലും ശ്രദ്ധേയമായ ഒരു പ്രകടനം എന്നുള്ളൊരു വാർത്ത വന്നിരുന്നില്ല. മുംബൈ ടീമിൽ രഞ്ജി ട്രോഫിയിൽ ഫസ്റ്റ് ക്ലാസ്സിൽ മുംബൈ ടീമിൽ അദ്ദേഹത്തിന് സെലക്ഷൻ കിട്ടിയുമില്ല. അപ്പോൾ ഉറപ്പാണ് സച്ചിൻ ടെണ്ടുൽക്കർ ശുപാർശയുമായി പോയില്ല എന്നുള്ള കാര്യവും വളരെ ഉറപ്പാണ്, വ്യക്തമാണ്. എന്തായാലും മുംബൈയിൽ നിന്ന് ഗോവയിലേക്ക് അർജുൻ ടെണ്ടുൽക്കർ കൂടുമാറി. ഗോവയ്ക്ക് വേണ്ടി അരങ്ങേറ്റ മത്സരത്തിൽ സെഞ്ചുറി എന്നുള്ള ഗംഭീരമായ അത്ഭുതമുളവാക്കുന്ന വാർത്തയുമായാണ് അർജുൻ ടെണ്ടുൽക്കർ വീണ്ടും വാർത്തയിൽ നിറഞ്ഞത്. 34 വർഷത്തിന് ശേഷം സച്ചിന്റെ റെക്കോർഡ് ആവർത്തിച്ച് മകൻ. എന്തായാലും അദ്ദേഹം ഗോവയ്ക്ക് വേണ്ടി രഞ്ജി ട്രോഫി കളിക്കാൻ കേരളത്തെ നേരിടാൻ തലസ്ഥാനത്തുണ്ട്. അദ്ദേഹവുമായി നമ്മുടെ ലേഖകൻ നന്ദകുമാർ നടത്തിയൊരു അഭിമുഖവുമുണ്ട്. ആദ്യമായാണ് മലയാളം ചാനലിനോട് അർജുൻ ടെണ്ടുൽക്കർ സംസാരിക്കുന്നത് എന്നുള്ള പ്രത്യേകതയുമുണ്ട്. അത് നമ്മുടെ ന്യൂസ് 18നോടാണ് എന്നുള്ളതിൽ നമുക്കും അഭിമാനിക്കാം, ഒരുപാട് സന്തോഷിക്കാം. എന്തായാലും പ്രേക്ഷകർക്കായി നമ്മളുടെ അതിഥിയുടെ വിശേഷങ്ങൾ തയ്യാറായി ഇരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കളിയിലെ എന്താ പറയാ വരുന്ന പ്ലാൻസ് എന്തൊക്കെയാണ് കൃത്യമായി പറയുന്നുണ്ട്. അതായത് IPL പോലുള്ള വലിയ ടൂർണമെന്റുകളിൽ കളിക്കുകയല്ല, ഇപ്പോൾ അദ്ദേഹത്തിന്റെ കളി മികവുകൾ ഒന്നും കൂടി പോളിഷ് ചെയ്തെടുക്കുകയാണ്. ഒരു സംസാരം, അതായത് IPL ചാടി കളിക്കാനല്ല, ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ കളിച്ച് സ്കിൽസ് മെച്ചപ്പെടുത്തുക, ഉറപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അർജുൻ ടെണ്ടുൽക്കറുടെ വിശേഷത്തിലേക്ക് പോകാം അല്ലേ? എന്നോടൊപ്പം ഇപ്പോൾ ഉള്ളത് നമ്മുടെ സാക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കറിന്റെ മകൻ അർജുൻ ടെണ്ടുൽക്കറാണ്. ഹായ് അർജുൻ, ഇറ്റ്സ് ബീൻ എ ഗ്രേറ്റ് സീസൺ ഫോർ യു. ലൈക്ക് as your father, you also started a great debut, and in that debut you started with a great innings and got a good century as well. So what about that game? It was a special game. Obviously 100 is always special, and whether it be your debut or whichever game, 100 is 100, and it's very satisfying. Arjun Tendulkar imitated its same illustrators as Sachin Tendulkar. A debut century, it's always special for you, I think. Yeah, but to be honest, I didn't really know that my dad had a 100 on Ranji debut until I got out in that game where I got my 100. Also, it's a first season for Goa, right? You are played in Mumbai, and you are getting good time for playing time in Goa as well. So what about the team with the Goa? What about the experience with the Goan team? It's been a good experience, and I'd like to thank Goa for giving me this opportunity to play for them this domestic season, and I look forward to improving the standards and winning for Goa and scoring runs and picking wickets for them. What about the game, about the Kerala game? Kerala is having great season. Can you repeat the question? Yeah, sure. Of course, the Kerala team has been a great season so far, beating Chhattisgarh in the first game, and second game it's in Goa, and today is also they are having good batting order as well. So what about when you're playing against them? What do you feel about the Kerala team? They're a good team, and they're a strong team, and obviously we have to plan accordingly, because we know Kerala has a history of being a good team. They have some good bowlers like Basil Thampi, KM Asif, but he's obviously injured, he's not there. They've got good batsmen like Rohan Kunnumal, and they've got Sachin Baby, Rohan Prem. So we did our homework against them, and we knew that getting these 3 or 6 points against them is not going to be easy. We've got to work hard for it. You have a decent white ball season this season. So what about this season? It's been a good season so far, and I just want to improve from here, and I'll never be satisfied with my performance, and I'll always be hungry for more and more. You are getting more time here, more playing time here. What about the coming IPL season? Each step at a time. Now I'm not focusing too far ahead in IPL. I've got half a Ranji Trophy season left. My focus is there. Then
after the Ranji Trophy season ends, I'll focus on IPL. One last question. It's about Trivandrum. I think your first time in Trivandrum. What about the experience here? Oh, it's a lovely place. Kerala is superb. The beaches, the food. I just love the place. And it was a childhood dream of mine to come here once and got fulfilled now through cricket. താങ്ക് യു സോ മച്ച് ഫോർ താങ്ക് യു സോ മച്ച്. അർജുൻ ടെണ്ടുൽക്കറാണ് നമ്മളോട് സംസാരിച്ചത്. എന്തായാലും മികച്ച ഒരു സീസണാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അദ്ദേഹം പറഞ്ഞതുപോലെ പടിപടിയായിട്ട് ഉള്ള ഓരോ മുന്നോട്ട് പോക്കാണ് അദ്ദേഹം ലക്ഷ്യമിടുന്നത്. എന്തായാലും വരുന്ന IPL സീസണിൽ അദ്ദേഹത്തിന് അവസരം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ക്യാമറാമാൻ അരുൺ പാലോടിനൊപ്പം നന്ദകുമാർ, News 18, തിരുവനന്തപുരം.